ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയ്ക്ക് ഒരു നിവൃത്തിയില്ല, പോകാൻ തന്നെ തീരുമാനിക്കുന്നു. പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. രവിയോട് ആദ്യം പറയുന്നുണ്ട് പോകണ്ട, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മേരെ കാശ് വേണം, വീട്ടിൽ പോകാൻ പറ്റില്ലല്ലേ, എന്തായാലും നീ ആലോചിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, തീരുമാനിക്കുക, നിന്നെ വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യം ഞാൻ ഏറ്റു, അമ്മയോട് നീ തന്നെ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചന്ദ്രയ്ക്ക് ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ പോകാം, എല്ലാതും ഒരു രക്ഷയും ഞാൻ കാണുന്നില്ല, വേറൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചന്ദ്ര അടിയറവ് പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതിനോട് മുത്തശ്ശി പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് വേഗം തന്നെ പോകണം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പോരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാനില്ല, ഞാൻ പോന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് മാത്രം സംസാരിക്കും, നിന്നോട് സംസാരിക്കില്ല, അതുകൊണ്ട് നീ അവനോട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു, അല്ലാതെ അതുപോലെ ഒരു മരക്കഴുതനെ നേരെയാക്കാൻ വേറൊരു മാർഗവും ഞാൻ കാണില്ല എന്ന് പറയുന്നു. അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുമ്പോൾ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. കൂട്ടുകാരൻ വരുമ്പോൾ കൂട്ടുകാരന്റെ ബൈക്ക് മുത്തശ്ശി വിരട്ടി മേടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. രേവതിനോട് ഒന്നും കൂടെ ചേർന്നിരിക്കാനൊക്കെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇറങ്ങി നടക്കണം, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പാടമാണ്, നെൽകൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നടന്നു പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി നടക്കണ നേരത്ത് അവിടെ ഞാറൊക്കെ കൊയ്യണ കുറച്ച് ചേച്ചിമാരാ, അതാരാണ്, സച്ചിയല്ലേ മോനെ, നീ ഭാര്യനെയും കൂട്ടി എവിടേക്ക് പോണ, ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പോകാൻ നല്ല കാര്യമാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ സച്ചി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ പോയി ഒരു തോട് ഇങ്ങനെ ചാടി കടക്കണം. സച്ചി ആദ്യം കടക്കും, പിന്നീട് രേവതിയെ കൈ പിടിക്കുമ്പോൾ രേവതി കൈ കാണിക്കുന്നുണ്ട്, പിന്നെ വലിച്ചിടുമ്പോൾ സച്ചിയുടെ നെഞ്ചത്തേക്ക് രേവതി വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ വഴിപാടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല, എനിക്കെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കാറ്, എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശി, രേവതിനെ പറയുന്നില്ല കേട്ടാ. അപ്പൊ എനിക്കതുകൊണ്ട് വേറൊന്നും പറയാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുണ്ടെങ്കിൽ നല്ല രുചിയായി നീ ഉണ്ടാക്കി തരുന്നുണ്ട്, പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് പറയുന്നപ്പോൾ ശശി ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. രേവതി കണ്ണടച്ച് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. രേവതി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ദൈവത്തിനെയാണ് വിളിക്കുന്നത്. ദൈവമേ, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമല്ല എനിക്ക് കിട്ടിയത്, അതുപോലെ തന്നെ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ മനുഷ്യനായിരുന്നു, ഇപ്പൊ എനിക്ക് ഈ മനുഷ്യൻ പാവമാണെന്ന് മനസ്സിലായി, ഈ മനുഷ്യൻ നല്ലവനാണ്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒന്നു ചേരാൻ അനുഗ്രഹിക്കണേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഉണ്ടാവാനും വേണ്ടി രേവതി പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ അമ്പലത്തിൽ നിന്നൊക്കെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിനോട് പ്രാർത്ഥിച്ചു എന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കാൻ, ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല, നീ എന്ത് പ്രാർത്ഥിച്ചെന്ന് വെച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചെന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ ഒരുപാട് നടന്ന് തിരിച്ച് ആ വഴിയിലെത്തുന്നുണ്ട്. അങ്ങനെ വണ്ടിമേ കയറി ഒരു പകുതി എത്തുമ്പോൾ മാവൊക്കെ കാണുന്നുണ്ട്. മാവുമ്മ കാണുമ്പോൾ രേവതിക്ക് മാങ്ങ തിന്നാൻ കൊതിയാവുന്നുണ്ട്. സച്ചിനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് മാവുമ്മ കയറ്റി മാവുമ്മന്ന് മാങ്ങയൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് വരുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ പഞ്ചറാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വേറൊരു വർക്ക്ഷോപ്പ് നോക്കി കഴിഞ്ഞിട്ട് ഉന്തി പോകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.